സർ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കൃത്യമായ ഒരു രാഷ്ട്രീയ ചിത്രം വ്യക്തമായി കഴിഞ്ഞു. ഒരു തരത്തിലും ബി.ജെ.പി ഉണ്ടാവില്ല മത്സര രംഗത്ത് എന്ന് കരുതിയവർക്ക് ശക്തമായ ഒരു തിരിച്ചടി കൂടിയാണ് മോഹൻ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, എന്തൊക്കെയാണ് നിലവിൽ നിലമ്പൂരിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ? ജാതി ഭേദമന്യേ അല്ലെങ്കിൽ മതത്തിനതീതമായി നിലമ്പൂരിൽ വെണ്ണിക്കൊടി പാറിക്കാൻ ഏത് സ്ഥാനാർത്ഥിക്കാവും സാധിക്കുക? ഇതില് പല ഫാക്ടേഴ്സ് ഉണ്ട്. ജാതി സമവാക്യങ്ങളുണ്ട്, മതസമവാക്യങ്ങളുണ്ട്, രാഷ്ട്രീയ മുന്നണികളുണ്ട്, സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അവിടെ ഇപ്പൊ കണ്ടുവരുന്നത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന 9 കാൻഡിഡേറ്റ്സും ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടിരിക്കണം, ബി.ജെ.പി അധികാരത്തിൽ വരണം, ബി.ജെ.പിയെ പിന്തുണയ്ക്കുന്ന ഒരു കാൻഡിഡേറ്റും. അതാണ് ശ്രീ മോഹൻ ജോർജ്. അതായത് ശ്രീ നരേന്ദ്രമോദി താമര ചിഹ്നത്തിൽ ലോജിക്കലി മത്സരിക്കുമ്പോൾ ഏകദേശം 9 സ്ഥാനാർത്ഥികളിലൂടെ 9 പേരിലൂടെയാണ് ഇന്ത്യ അലയൻസ് അവിടെ മത്സരിക്കുന്നത്. ഇന്ത്യ അലയൻസിന് 9 കാൻഡിഡേറ്റ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ ആ ഒരു വ്യത്യാസം രാഷ്ട്രീയ രംഗത്തുണ്ട്. അവസാനം ഇപ്പൊ 14 15 പേര് പത്രിക സമർപ്പിച്ചിട്ട് 3-4 പേര് പിൻവലിച്ചു. ഇനി 10 പേരുണ്ട്. ഇനി ഇലക്ഷൻ അടുക്കുമ്പോഴേക്കും ഇന്ത്യ അലയൻസിന്റെ ചില ഡെമ്മി കാൻഡിഡേറ്റുകൾ കൂടെ ചിലപ്പോൾ പത്രിക പിൻവലിച്ച് UDF-ന്റെയോ LDF-ന്റെയോ ഒക്കെ കൂടെ ചേരാനുള്ള ഒരു ചാൻസ് ഇപ്പോഴും അവിടെ നിലവിലുണ്ട്. അതിനുള്ള ചർച്ചകൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ കൃത്യമായിട്ട് ബി.ജെ.പി കാൻഡിഡേറ്റിനെ പ്ലേസ് ചെയ്തു. പുറകിൽ നിന്നാണ് കാൻഡിഡേറ്റ് വന്നെങ്കിലും കാൻഡിഡേറ്റ് ഇപ്പോൾ മുന്നിലെത്തി. അതിന്റെ കാരണം ബി.ജെ.പി കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കില്ല എന്ന് വിശ്വസിച്ച് LDF-ഉം UDF-ഉം ആ രീതിയിലുള്ള ഒരു കാൻഡിഡേറ്റ് പൊസിഷനിങ് നടത്തി. ബി.ജെ.പിയുടെ കാൻഡിഡേറ്റ് ഇവര് പ്രതീക്ഷിച്ച ആരുമല്ലായിരുന്നു. ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്, പ്രത്യേകിച്ചും മലയോര മേഖലയിൽ, കാർഷിക മേഖലയിൽ, കുടിയേറ്റ കർഷക മേഖലയിൽ ഇത്രയും കൃഷി പ്രശ്നങ്ങളും വന്യമൃഗ പ്രശ്നങ്ങളും ഉള്ളിടത്ത് ആ സമൂഹത്തിൽ നിന്ന് ഒരു കാൻഡിഡേറ്റിനെ ബി.ജെ.പി കൊണ്ടുവരുമെന്ന് LDF-ഓ UDF-ഓ അൻവറോ SDPI-യോ ഒന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് ഇന്ത്യ അലയൻസുകാരുടെ ഒരു മണ്ഡലം, ഇന്ത്യ അലയൻസുകാർ തമ്മിലടിച്ചു തീർക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ 9 ഇന്ത്യ അലയൻസ് കാൻഡിഡേറ്റും അവിടെ വിലസിയിരുന്നത്. പക്ഷെ ഇപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഹിന്ദു ക്രിസ്ത്യൻ കൺസോളിഡേഷൻ അല്ലെങ്കിൽ സംഘി ക്രിസംഘി കൺസോളിഡേഷൻ ബി.ജെ.പി കാൻഡിഡേറ്റിന് അനുകൂലമായിട്ട് ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് കാർഷിക പ്രശ്നങ്ങളെ ഒരു രീതിയിലും പരിഗണിക്കുകയില്ല എന്നുള്ള അഹന്ത പിടിച്ച നിലപാടാണ് LDF കഴിഞ്ഞ 9 വർഷം എടുത്തത്. അതിനു മുമ്പ് UPA UDF ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും കർഷകരെ നെഗ്ലക്ട് ചെയ്തു. ഫലത്തിൽ കഴിഞ്ഞ 20 വർഷമായിട്ട്, അതായത് ഈവൻ അതിന് മുമ്പിൽ തന്നെ കർഷകരെ പരിപൂർണമായിട്ട് നിരാകരിക്കുന്ന നിലപാടാണ് UPA മാഫിയും ഇന്ത്യ അലയൻസും എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് അനേകം കാർഷിക പദ്ധതികളുണ്ട്. ആ മണ്ഡലത്തിൽ തന്നെ 10-17,000 ആൾക്കാർക്ക് അതിന്റെ ഗുണം കിട്ടി. കേന്ദ്ര ഗവൺമെന്റിന്റെ വികസനങ്ങൾ എല്ലാവരും എല്ലാ സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ വലിയൊരു പിന്തുണ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നും ഹിന്ദു സമൂഹത്തിന്റെ എല്ലാ ഇതിൽ നിന്നും കിട്ടി. ഇതിനകത്ത് ഏറ്റവും പ്രത്യേകം എടുത്തു പറയേണ്ടത്, റീത്ത് അല്ലെങ്കിൽ ജാതി വ്യത്യാസം ഇല്ലാതെയാണ് ക്രിസ്ത്യൻ സമൂഹം മോഹൻ ജോർജിനെ അവിടെ പിന്തുണയ്ക്കുന്നത്. അതുപോലെ ബി.ജെ.പിയുടെ കാൻഡിഡേറ്റ് താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നത് കൊണ്ട് അവിടുത്തെ ഹൈന്ദവ സമൂഹവും ഒറ്റക്കെട്ടായിട്ട് തന്നെ മോഹൻ ജോർജിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എല്ലാ ജാതി നേതാക്കന്മാരും എല്ലാ സന്നദ്ധ സംഘടനകളും കൃത്യമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. ഉദാഹരണത്തിന് കാസ, KCBF പോലുള്ള ക്രൈസ്തവ സംഘടനകൾ ഓൾറെഡി മോഹൻ ജോർജിന് വേണ്ടി വന്നു. SNDP തുണയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ഗ്രൂപ്പ്, നമ്മുടെ BDJS-ന്റെ നേതാവ് വെള്ളാപ്പള്ളി ജിയുടെ നേതൃത്വത്തിൽ അവിടെ പ്രചരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. എല്ലാ ഗ്രൂപ്പുകളും അവിടെ ഇറങ്ങുന്നു. ഇത് അതുകൊണ്ട് സോളിഡ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ബൂത്ത് കമ്മിറ്റികൾ ഫോം ചെയ്ത് കൺവെൻഷൻ നടത്തി മുന്നോട്ട് നീങ്ങാൻ അവർക്ക് സാധിച്ചു. അതേപോലെ തന്നെ UDF-ന് പറ്റിയ അബദ്ധം, അൻവർ കൂടെ നിന്ന് ചാടിപ്പോയി. അൻവർ കൂടെ നിന്ന് ചാടിപ്പോയതോടുകൂടി, അതുപോലെ LDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെ ഉണ്ടായിരുന്ന കഴിഞ്ഞ 2 ഇലക്ഷനിൽ അവിടെ കൂടെ ഉണ്ടായിരുന്ന SDPI LDF-നും ചാടിപ്പോയി. ഫലത്തിൽ LDF-നും UDF-നും ഓരോ റിബൽ അവിടെ കാൻഡിഡേറ്റുകൾ ഉള്ള പോലെയാണ് അവിടെ കാണിക്കുന്നത്. അവരുടെ വോട്ട് അൻവർ UDF-ന്റെ വോട്ടും കട്ട് ചെയ്യിക്കും, SDPI LDF-ന്റെ വോട്ടും കട്ട് ചെയ്യിക്കും. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് LDF-ഉം UDF-ഉം പാനിക് ആയിരിക്കുകയാണ്. അപ്പൊ അവർ പല അഭ്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്, ബക്രീദിന് ലീവ് കൂട്ടി കൊടുക്കുന്നു, പിന്നെന്താ ഇവർക്ക് കിറ്റ് കൊടുക്കുന്നു, ഹജ്ജിന് പോകുന്നവർക്ക് കിറ്റ് കൊടുക്കുന്നു,
അങ്ങനെ പല വേഷം കെട്ടലുകൾ അവിടെ നടത്തുകയാണ്. അതിനും പുറമെ ഭാരതമാതാവിനെ അധിക്ഷേപിച്ചാൽ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ച് ഭാരതമാതാവിനെ അധിക്ഷേപിക്കാൻ വേണ്ടി LDFും UPയും UDFും CPIയും CPMും എല്ലാം ചേർന്ന് ഭാരതമാതാവിനെ അധിക്ഷേപിക്കുന്നു. ഭാരത മാതാവ് വേണ്ട, ഭാരത ഉമ്മ മതി എന്നാണ് LDFും UDFും ഇപ്പോൾ പറയുന്നത്. അപ്പൊ ഒരു പരിധിയിൽ കവിഞ്ഞുള്ള വർഗീയ പ്രീണനം, മതപ്രീണനം, ജിഹാദി പ്രീണനമാണ് അവിടെ 9 കാൻഡിഡേറ്റ്സ്, ഇന്ത്യ അലയൻസിലെ 9 കാൻഡിഡേറ്റ്സ് നടത്തുന്നത്. ദേശീയതയും വികസനവും അടിസ്ഥാനമാക്കി അവിടെ മത്സരിക്കുന്നത്, കർഷകർക്ക് വേണ്ടി മത്സരിക്കുന്നത് മോഹൻ ജോർജും BJPയും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വലിയ സെഗ്രിഗേഷൻ, വലിയൊരു വ്യത്യാസം ഈ 9 കാൻഡിഡേറ്റും മോഹൻ ജോർജുമായിട്ട് വന്നു കഴിഞ്ഞു. അപ്പൊ ജനങ്ങൾ അത് അവിടെ മനസ്സിലാക്കുന്നുണ്ട്. അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കും. ഇതുപോലെ ഇതിനു മുമ്പ് കേരളത്തിൽ നടന്ന ഒരു ഇലക്ഷൻ പോലെ അല്ല ഇപ്രാവശ്യം ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, ഈ ക്രിസ്തീയ സംഘടനകളായിട്ടുള്ള സാധാരണ പരമ്പരാഗതമായിട്ട് UDFിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്, LDFിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് KCYM. ഈ കത്തോലിക്ക കോൺഗ്രസും KCYMും ഇതുവരെയും അവര് LDFിന് വേണ്ടിയോ UDFിന് വേണ്ടിയോ ഇറങ്ങിയിട്ടില്ല. അവരും അവസാന നിമിഷം KCBCയും CBCയും ഒക്കെ പറയുന്നത് കേട്ട് BJP മോഹൻ ജോർജിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വഖഫ് വിഷയത്തിൽ കേരളത്തിലെ LDFും UDFും ക്രിസ്ത്യാനികളെ വഞ്ചിച്ചു, മുനമ്പത്തെ മുക്കുവരെ വഞ്ചിച്ചു. അതുപോലെ KCBCയും CBCയും പറഞ്ഞിട്ടും കത്തോലിക്ക കോൺഗ്രസും KCYMും പറഞ്ഞിട്ടും LDFിന്റെയും UDFിന്റെയും MLAമാരും MPമാരും വഖഫിന്റെ കൂടെയും തങ്ങളുടെ കൂടെയും ലീഗിന്റെ കൂടെയും ഇന്ത്യ അലയൻസിന്റെ കൂടെയും പാകിസ്ഥാന്റെ കൂടെയാണ് നിന്നത്. പിന്നെ ഇപ്പോഴത്തെ സാമൂഹിക പശ്ചാത്തലം എടുത്താൽ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു റൗണ്ട് കഴിഞ്ഞു, അടുത്ത റൗണ്ടിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ 10 കാൻഡിഡേറ്റില് 9 കാൻഡിഡേറ്റ്സും പാകിസ്ഥാന്റെ കൂടെയും ഹമാസിന്റെ കൂടെയും തീവ്രവാദികളുടെ കൂടെയുമാണ്. മോഹൻ ജോർജ് മാത്രമേ ഇന്ത്യയുടെ കൂടെയും ഇന്ത്യൻ സൈന്യത്തിന്റെ കൂടെയും ഇന്ത്യൻ ജനങ്ങളുടെ കൂടെയും ഉള്ളൂ. അപ്പൊ രാജ്യം ഇത്രയും വലിയൊരു പ്രശ്നത്തിലൂടെ പോകുമ്പോൾ ഇപ്പോഴും കോൺഗ്രസും ഇന്ത്യ അലയൻസും പറയുന്ന നുണകൾ, പാകിസ്ഥാൻ അനുകൂല നുണകൾ പ്രചരിപ്പിക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരുമാണ് LDFിന്റെയും UDFിന്റെയും അതുപോലെ ബാക്കിയുള്ള 7 സ്വതന്ത്രന്മാരും. മോഹൻ ജോർജ് മാത്രമേ ദേശീയതയിൽ അടിസ്ഥാനമാക്കി ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നുള്ളൂ. ഈ വ്യത്യാസങ്ങളെല്ലാം ജനങ്ങൾക്ക് വ്യക്തമായിട്ട് പ്രകടമായ വ്യത്യാസങ്ങൾ തന്നെയാണ്. അതായത് ആരാണ് നാഷണലിസ്റ്റ്, ആരാണ് ജനങ്ങളുടെ കൂടെ നിൽക്കുന്നത്, ആരാണ് കർഷകരുടെ കൂടെ നിൽക്കുന്നത്, ഇതെല്ലാമാണ്. ഇപ്പൊ ഇന്നലെ തന്നെ LDFിന്റെ കാൻഡിഡേറ്റ് സിറാജ് പറയുന്നത് കർഷകരുടെ പ്രശ്നങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യണം, പരിഹരിക്കണമെന്ന് പറയുന്നില്ല, ചർച്ച ചെയ്യണമെന്നാണ്. 1956 തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കർഷകരുടെ പ്രശ്നം ചർച്ച ചെയ്യുന്നതാ. ഇതുവരെ പരിഹാരമില്ല, പരിഹാരത്തിനോട്ട് പ്ലാനും ഇല്ല, ചുമ്മാ ചർച്ച ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. കോൺഗ്രസ്സുകാരും പറയുന്നത് ഒത്തിരി ചർച്ച ചെയ്യണമെന്നാ. എന്താ ചർച്ച ചെയ്തത്? കാർബൺ ഫണ്ട് വാങ്ങിച്ച് വന്യമൃഗങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് മൃഗങ്ങൾക്ക് അനുകൂലമായിട്ട് നിയമം നിർമ്മിച്ചവരാണ് കോൺഗ്രസും UDFും. LDFും അതിനെ പിന്തുണച്ചു. ലോകത്തെല്ലാ രാജ്യങ്ങളും മനുഷ്യർക്ക് അനുകൂലമായിട്ട് നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇടതിനും വലതിനും ഇന്ത്യ അലയൻസും ഒക്കെ ചെയ്ത് മൃഗങ്ങൾക്ക് അനുകൂലമായിട്ട് നിയമം ഉണ്ടാക്കി. അപ്പൊ മനുഷ്യരെ കഷ്ടപ്പെടുത്തുന്ന നിയമങ്ങൾ ഉണ്ടാക്കി. അപ്പൊ ജനങ്ങൾക്ക് ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്യാൻ, ഇതെല്ലാം പരിഗണിച്ച് ഒരു വിധിന്യായം എഴുതാനുള്ള ചാൻസ് ഉണ്ട്. ജനങ്ങളത് ഉപയോഗിക്കുമെന്ന് കരുതുന്നു. ജനങ്ങളത് ഉപയോഗിച്ചില്ലെങ്കിൽ വീണ്ടും വന്യമൃഗശല്യവും വീണ്ടും കർഷക നാശവും ഒക്കെയാണ് വരുന്നത്. അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് അവിടുത്തെ ഫീഡ്ബാക്കിൽ നിന്നും. കൃത്യമായിട്ട് ദേശീയതയുടെ കൂടെ നിൽക്കാൻ അവിടുത്തെ ഹിന്ദു വിഭാഗങ്ങൾ കൃത്യമായി തീരുമാനിച്ചു കഴിഞ്ഞു. അതൊരു വലിയ ടേൺ അറൗണ്ട് ആണ്, ഒരു നല്ല സൂചനയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള വോട്ടിങ്ങും അതിനനുസരിച്ചുള്ള റിസൾട്ടും വരാനുള്ള ചാൻസ് ആണ് അവിടെ കാണുന്നത്. ഈ ഇന്ത്യ അലയൻസിന്റെ 9 കാൻഡിഡേറ്റ് തമ്മിൽ തല്ലി തൊലയാനുള്ള രീതിയിലാണ് കാര്യങ്ങൾ അവിടെ പൊക്കോണ്ടിരിക്കുന്നത്. സാർ പറഞ്ഞതുപോലെ ഇന്ത്യ സഖ്യത്തിന്റെ കാൻഡിഡേറ്റുകൾക്ക് നിലമ്പൂരിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. പക്ഷേ BJPക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോയിട്ട് തിരഞ്ഞെടുപ്പ് ചിത്രങ്ങളിൽ പോലും BJP ഉണ്ടാവില്ല എന്ന് കരുതിയവർക്കാണ് മോഹൻ ജോർജിനെ അവതരിപ്പിച്ചുകൊണ്ട് BJP ഒരു മറുപടി നൽകിയിരിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.